പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെ വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സാകുന്നതും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് പേരങ്ങനെ ഡിവോഴ്സായിട്ടുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട്. ചിലർ നിരന്തരം വഴക്കുകളിലൂടെ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അവർക്കിടയിൽ അകൽച്ച ഉണ്ടായിക്കഴിയും. എന്നും ഓരോരോ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കും ബഹളവുമായിട്ട് ആർക്കോ വേണ്ടി അവർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ. ചിലർ 2 മുറിയിലാവാം താമസിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ TV വെച്ചപ്പോൾ എന്തോ ഒരു പാട്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്. ചില പാട്ടുകളുണ്ടല്ലോ, നമ്മൾ ഓർമ്മ കാണിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, സ്നേഹത്തിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ശരിയാണ്. അതായത് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു പിണക്കോ വഴക്കോ ഒക്കെ ഉള്ളവരോട്, പ്രണയിച്ച് വിവാഹത്തിന് ശേഷം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 പേർക്കും വ്യത്യസ്ത മനസ്സാണ്, വ്യത്യസ്ത സ്വഭാവമാണ്, വ്യത്യസ്തമായ ചിന്താഗതികളുമാണ്. അതവിടെ നിന്നോട്ടെ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇച്ചിരി ദേഷ്യം കുറവായിരിക്കും മറ്റൊരാളേക്കാൾ. 2 പേർക്കും ദേഷ്യമുണ്ട്, പക്ഷെ ഒരാൾക്ക് ഇത്തിരി ഒരു ദേഷ്യം കുറവ്, അല്ലെങ്കിൽ ഇച്ചിരി ക്ഷമ ഉള്ള ആളാണെന്ന് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ 2 പേരും ഈ ദേഷ്യം വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ എന്തോരം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളുടെ ആ വിവാഹം നടന്നത്, സത്യമല്ലേ? നിങ്ങൾ കണ്ടു, പരസ്പരം ഇഷ്ടം പറഞ്ഞു, ഒരുപക്ഷെ വീട്ടുകാരുടെ എതിർപ്പ് കാണും, ഇല്ലേ? ആ കണ്ട ആ നിമിഷം മുതൽ വിവാഹം നടക്കുന്ന ആ നിമിഷം വരെ ഒരുപാട് സമയമുണ്ട്. ആ സമയത്തിനിടയിൽ നിങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടാവാം, ഇല്ലെങ്കിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ടുണ്ടാവാം. വീട്ടുകാരോട് കള്ളം പറഞ്ഞിട്ട് ചിലപ്പോൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരിക്കാം, ഇല്ലേ? കൂട്ടുകാരുടെ സഹായത്തോടു കൂടി എവിടെയെങ്കിലുമൊക്കെ ഒരു കോഫിയൊക്കെ കുടിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഫുൾ എന്തായിരിക്കും, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം ഒന്ന് നടന്നാൽ മതി. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല അമ്പലങ്ങളിലോ പള്ളികളിലോ നേർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലേ? നിങ്ങളുടെ ഈ സ്നേഹം സഫലമാവാൻ, വിവാഹത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിച്ച കുറേ കൂട്ടുകാർ കാണും, ഉണ്ടാവില്ലേ? ചിലപ്പം വീട്ടിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് വഴക്കോ തല്ലോ ഒക്കെ കിട്ടിക്കാണും. നിങ്ങൾ ചിലപ്പം പട്ടിണി കിടന്നിട്ട് ബഹളം വെച്ച് കരഞ്ഞതിൻ്റെ ഫലമായിരിക്കാം നിങ്ങൾക്ക് ആ വിവാഹം നടത്തി തന്നിട്ടുള്ളത്, അല്ലേ? നിങ്ങൾ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ 2 പേരും എങ്ങനെയൊക്കെ ജീവിക്കുമെന്ന് ഒരുപാട് സ്വപ്നം കണ്ടു കാണും, അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളാണ്. പ്രേമവിവാഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നവും കൂടെ അതാണ്. അതായത് ഒരുപാട് സ്വപ്നം കാണും. ആ സ്വപ്നങ്ങളിലൊന്നും പലപ്പോഴും ചിലതൊന്നും നടക്കില്ല. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ കാണും അതിനകത്ത്. അപ്പോൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ആ സ്വപ്നങ്ങളൊന്നും, അല്ലെങ്കിൽ ആ ജീവിത രീതിയൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരാഗ്യഭാവമായിരിക്കാം പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇയാളെ കെട്ടിയിട്ട് എനിക്കൊരു ജീവിതത്തിലൊരു സന്തോഷം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് യാത്ര പോകാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടുന്നില്ല, വസ്ത്രം കിട്ടുന്നില്ല, കഷ്ടപ്പാടാണ്, ഇല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല, മറ്റുള്ള ആരോടൊക്കെയോ സ്നേഹമാണ്. ഇങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മനസ്സിൽ തോന്നും. അതുവരെ ഇല്ലാത്ത എന്തൊക്കെയോ സ്വഭാവദൂഷ്യങ്ങൾ 2 പേർക്കും ഉള്ളതായിട്ടൊക്കെ തോന്നും, പരസ്പരം തോന്നും. അങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും. പിന്നെ പ്രേമമാകുമ്പോൾ ഒരു കാര്യമുണ്ട്, അവളന്ന് വീട്ടുകാരോട് കള്ളം പറഞ്ഞിട്ട് എൻ്റെ കൂടെ സിനിമയ്ക്ക് വന്നത്, ഇനി എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവള് വേറെ ആരോടെങ്കിലും സിനിമയ്ക്ക് പോകുന്നുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ പെണ്ണും ചിന്തിക്കും, ഇയാൾ എൻ്റെ കൂടെ വന്നോണ്ടിരിക്കും, വേറെ ആരുടെയെങ്കിലും കൂടെ ഒക്കെ പോകുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു കുടുംബജീവിതത്തിലെ ഏറ്റവും മോശമായ ചിന്താഗതികളാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ അവരെയും തെറ്റു പറയാൻ പറ്റില്ല, കാരണം പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് വേറെ ആളുകളെ ഇഷ്ടപ്പെട്ട് അവരോട് പോകുന്നവരുമുണ്ട്. പക്ഷേ പോകാത്തവരും ഉണ്ട് എന്ന് ചിന്തിക്കുക. പിന്നെ ആരും നിങ്ങളോട് പറഞ്ഞില്ല
ഒരുമിച്ച് ജീവിക്കാൻ, അല്ലേ? നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് നിങ്ങളുടെ ജീവിതം, രണ്ടുപേരോട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത്. അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. പണ്ട് നിങ്ങൾ സ്നേഹിച്ചപ്പോൾ പരസ്പരം കുറേ സംസാരിച്ച് കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ വിവാഹം നടത്തിയത്. അതേപോലെ തന്നെ ഒരു വിവാഹം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം ആൾക്കാരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരു വിവാഹം, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോവുക, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, രജിസ്റ്റർ മാരേജ് എന്തും ആയിക്കോട്ടെ, അങ്ങനെ വലിയൊരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നു, രണ്ട് വീടുകളിൽ നിന്നുകൊണ്ട്, അല്ലേ? ഇത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒറ്റ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് രണ്ടു പേർക്കും സാധിക്കണം. രണ്ട് വീട്ടിൽ നിന്ന് നിങ്ങളുടെ വിവാഹം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയണം. അപ്പോൾ നിങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഒരാൾ ശ്രമിച്ചാൽ മതി, ആരെങ്കിലും ഒരാൾ ശ്രമിക്കുക. വാശിയുള്ളവർ കരുതുക എൻ്റെ വാശിയാണ് എല്ലാത്തിനും പ്രശ്നം. പിന്നെ ഒരിക്കലും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകളൊന്നും ഒരിക്കലും ഉണ്ടാക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, എത്രയൊക്കെ ശ്രമിച്ചാലും പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവായി പോകില്ല. അതൊക്കെ മനസ്സിൽ കിടക്കും, അതവിടെ ഇരുന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഇയാളെന്നോട് എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും, അല്ലെങ്കിൽ ഇവളെന്നോട് എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും അവളെന്നോട് അങ്ങനെ പറഞ്ഞതാണ് എന്നുള്ള ഒരു ചിന്ത രണ്ടുപേരുടെയും മനസ്സിൽ കാണും, അല്ലേ? പിന്നീടും വഴക്കൊക്കെ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അപ്പോഴും ഇതൊക്കെ പറയും, അല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച രണ്ടുപേരും കാണിക്കുകയാണെങ്കിൽ, ഇത്തിരി ഒരു വാശിയും ദേഷ്യമൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് ജീവിച്ചു പോകാം. മിക്കവർക്കും അങ്ങനെ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ ഒരു വഴിക്കാക്കുകയാണ്. നമുക്ക് ഒരു സന്തോഷവും, പ്രത്യേകിച്ച് നമ്മളുടെ ഭർത്താവിനൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കൊപ്പം ഒന്ന് പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരോടൊന്ന് യാത്ര ചെയ്യുന്നത് ഒക്കെ നമുക്ക് നഷ്ടമാവും. പലപ്പോഴും നമുക്ക് മറ്റൊരു വിവാഹം ചിന്തിക്കാൻ പോലും പറ്റുകയില്ല, അല്ലേ? അങ്ങനെ എത്ര നാൾ നമ്മൾ ജീവിക്കും? ഒരു തുണ ആണിനായാലും പെണ്ണിനായാലും ആവശ്യമാണ്. തൻ്റെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ താൻ വന്നോ, അല്ലെങ്കിൽ താൻ വല്ല ആഹാരം കഴിച്ചോ, അല്ലെങ്കിൽ ഒരു നേരത്തൊന്ന് വയ്യാതെ കിടന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാൻ ഒക്കെ ആവശ്യമാണ്. എപ്പോഴും മറ്റുള്ളവരാരും കാണില്ല, എപ്പോഴും തൻ്റെ പങ്കാളി മാത്രമായിരിക്കും കൂടെ ഉണ്ടാകുക. ശരിയല്ലേ?